ആരാടോ തന്റെ അടുത്ത് ഇരാ ഒരു ഡീസന്റ് പാർട്ടിയാ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാളാണ് ഐശ്വര്യ രാധാലക്ഷ്മി. സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ നാളെ വീണ്ടും ഒരു ഷിംജിത വളരാനുള്ള സാഹചര്യമല്ലേ കൊടുക്കുന്നത്? അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അവരുടെ ഫേസിൽ ജെന്യൂൻ ആയിട്ട് വന്നിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് അവൻ എന്നെ അല്ല അങ്ങനെ ചെയ്തു, തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യ ആയിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ. ശകലകലാവല്ലഭൻ പക്ഷെ വകരുവ് വട്ടപൂജ്യം തന്നെ പറഞ്ഞല്ലോ ഷിംജിക്ക് 2 കുട്ടികൾ ഉണ്ടെന്ന്. ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ് കാണിക്കുന്ന ഞാൻ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ, ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്ക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. അവർ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ പോലും നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യന് ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ട് നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് അതെങ്കിലും പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛനെതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അബ്യൂസ്. നിനക്ക് പ്രാന്താളാ പന്നി. എന്നിട്ട് ഒന്നും നടക്കാൻ പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ശരിയാണോ? എന്നും പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാര്. അവര് മാത്രമാണോ? അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാനും ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? മഹാ തൊട്ടാവാടികളാ.